മൂത്ര സഞ്ചിയിലുണ്ടായ ഒരു അണുബാധയാണ് ഈ ഞരമ്പുകൾ തളരുന്നതിനും അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാരണമായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു ഒരു രോഗി വന്നു കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, ലേഡിയാണ്. ഇവർക്ക് ശരീരം മുഴുവൻ നീരാണ്, എവിടെ തൊട്ടാലും വേദനയാണ്. 10-20 വർഷമായിട്ട് പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി നടക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, ജൂനിയേഴ്സിനോടൊക്കെ പറയും, ഇപ്പോൾ ഏത് രോഗി വന്നാലും നമ്മൾ പരിശോധിക്കേണ്ടത് റീനൽ ആംഗിൾ എന്ന് പറയും, കിഡ്നിയുടെ. ഇന്ന് പല രോഗങ്ങളുടെയും അന്തർലീനമായ അല്ലെങ്കിൽ അതിന്റെ മൂല കാരണത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പാണ് ഈ രോഗങ്ങളുടെ എല്ലാം അടിസ്ഥാനം. പല ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, രക്തവാതം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജിനേക്കാൾ ഉപരി ശരീരം മുഴുവൻ ഉണ്ടാകുന്ന നീർക്കെട്ട്, ഇങ്ങനെ പല രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂത്രത്തിൽ പഴുപ്പാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഈ അടുത്ത് എൻ്റെ ഹോസ്പിറ്റലിലുള്ള പല രോഗികളെയും ചികിത്സിക്കുമ്പോൾ ഈ 2 രോഗികൾ കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടി. അതിൽ ഒരു വയസ്സായ ഒരു വൃദ്ധനായിരുന്നു. ഈ വ്യക്തിക്ക് മൂത്രം പോകുന്നത് അറിയില്ലായിരുന്നു. അരയ്ക്ക് താഴേക്ക് ചലനശക്തിയൊക്കെ നഷ്ടപ്പെട്ടതായിരുന്നു. ഈ ഒരു വ്യക്തിയിൽ നമ്മൾ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ നെർവ് തകരാറിലായി എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ വ്യക്തിക്ക് മൂത്ര സഞ്ചിയിലുണ്ടായ ഒരു അണുബാധയാണ് ഈ ഞരമ്പുകൾ തളരുന്നതിനും അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാരണമായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിനുണ്ടാകുന്ന മൂത്രത്തിൽ പഴുപ്പ് നമ്മൾ പലപ്പോഴും കൾച്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴോ മൂത്രത്തിൽ പഴുപ്പ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ പ്രത്യേകതയാണ്. നാളിയിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ വരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്താൽ കാണുന്നില്ല. എങ്കിലും ഞങ്ങൾ അത്തരത്തിൽ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അത്തരം മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അയാൾക്ക് അതിശക്തമായ മൂത്രപ്പഴുപ്പ് വരികയും ഒരു ദിവസം കൊണ്ട് തന്നെ അത് സബ്സൈഡ് ചെയ്യുകയും അതിനുശേഷം മൂത്രം പോകുന്നത് ഈ വ്യക്തിക്ക് അറിഞ്ഞു പറയും. മറ്റേത് മൂത്രം അറിയാതെ ഒഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഈ മൂത്രപ്പഴുപ്പ് മാറാൻ, മൂത്രത്തിൽ പഴുപ്പ് ഇല്ലാതിരുന്ന സമയത്ത് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ട് എന്ന് സസ്പെക്ട് ചെയ്ത് മൂത്രത്തിൽ പഴുപ്പ് മാറാനുള്ള മരുന്ന് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് വീണ്ടും മൂത്രത്തിൽ പഴുപ്പ് വരികയും ഒരു ദിവസം കൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് മാറുകയും ചെയ്തതിലൂടെ തന്നെ അയാൾക്ക് മൂത്രനാളിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഞരമ്പിന്റെ കൺട്രോള് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുകയും ഈ വ്യക്തിക്ക് അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടൊക്കെ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു രോഗി വന്നു കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, ലേഡിയാണ്. ഇവർക്ക് ശരീരം മുഴുവൻ നീരാണ്, എവിടെ തൊട്ടാലും വേദനയാണ്. 10-20 വർഷമായിട്ട് പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ കിഡ്നിയുടെ ഏരിയയിൽ തൊടുമ്പോൾ അതിശക്തമായ വേദന വ്യക്തി അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയിൽ വീണ്ടും ഈ മൂത്രത്തിൽ പഴുപ്പ് മാറാനുള്ള മരുന്ന് കൊടുത്തു. മൂത്രത്തിൽ പഴുപ്പ് മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു ലക്ഷണം ബ്ലാഡറിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും അടിവയറിൽ വേദന വരികയും മൂത്രത്തിൽ പഴുപ്പിന് ലക്ഷണങ്ങൾ വരികയും ചെയ്തു. അതിനുശേഷം ഈ മരുന്നിനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ആ ലക്ഷണങ്ങൾ മാറുകയും ശരീരം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു വേദനയും നീർക്കെട്ടും ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന രോഗം ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഇത് നമ്മൾ ശരീരത്തിൽ ക്രോണിക് അവസ്ഥ, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ ബാക്ടീരിയ നിൽക്കുകയും ഇത് വലിയ വലിയ രോഗങ്ങൾക്ക്, ഞരമ്പുകളെ, ന്യൂറോളജിക്കലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ശരീരം മുഴുവൻ നീർക്കെട്ടും വേദനയും ഒക്കെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത. പലപ്പോഴും കൾച്ചർ ചെയ്താലോ അല്ലെങ്കിൽ യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് ചെയ്താലോ ഒന്നും ഈ പഴുപ്പ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പല രോഗങ്ങളുടെയും ബേസിക് ഞാൻ എപ്പോഴും പറയും, ജൂനിയേഴ്സിനോടൊക്കെ പറയും, ഇപ്പോൾ ഏത് രോഗി വന്നാലും നമ്മൾ പരിശോധിക്കേണ്ടത് റീനൽ ആംഗിൾ എന്ന് പറയും, കിഡ്നിയുടെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേദന ഉണ്ടോ നോക്കാൻ പറയും. അവിടെ വേദന ഉണ്ടെങ്കിൽ പലപ്പോഴും അത് രോഗികൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവിടെ തൊട്ട് നോക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഇതൊരു അന്തർലീനമായിട്ടുള്ള ഒരു മൂത്രത്തിൽ പഴുപ്പ് സ്ഥിതിക്കുകയും ഇത് പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അത് തന്നെയാണ് പലപ്പോഴും സ്ത്രീകളിൽ ഉണ്ടാകുന്ന രക്തവാതം, ഒരുപാട് രക്തവാതം കേസുകൾ നമ്മൾ പലപ്പോഴും ചികിത്സിച്ചിട്ടുള്ള മൂത്രത്തിൽ പഴുപ്പ് മാത്രം ചികിത്സിച്ചിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൈറോയിഡ്, ഈ തൈറോയിഡ് ഉള്ളവർക്കും അടിവയറിലൊരു വേദന ഉണ്ടാവുകയും ഉള്ളവർക്ക് അല്ലെങ്കിൽ രാത്രി സമയത്ത് കിടക്കുമ്പോൾ ഒരു കുളിര് പോലെ തോന്നുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളിൽ ഇവർക്കൊക്കെ മൂത്രത്തിൽ പഴുപ്പിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ തൈറോയിഡ് നോർമലായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിലുള്ള പല രോഗത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മൂത്രത്തിൽ പഴുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മൂത്രത്തിൽ പഴുപ്പ് ഒരു നിസ്സാരക്കാരനായിട്ട് നമ്മൾ എഴുതി തള്ളാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ആർക്കെങ്കിലും വിട്ടുമാറാത്ത 10-20 വർഷമായിട്ടുള്ള നീർക്കെട്ടുള്ളവരോ അല്ലെങ്കിൽ ശരീരം മുഴുവൻ വേദനയുള്ളവരോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ അമിതമായ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ നെർവ് തളർന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ മൂത്രത്തിൽ പഴുപ്പ് വന്നു പോയിട്ടുണ്ടാവും.
അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മൂത്രത്തിപ്പഴുപ്പിനുള്ള ആയുർവേദ മരുന്നുകൾ ആ രീതിയിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ രീതിയിൽ കഴിക്കുമ്പോൾ ഇവർ ഈ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്